പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടു ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെപ്പറ്റി പിന്നെയും ചില സംശയങ്ങൾക്കുള്ള മറുപടി. ഞാൻ 2 ദിവസം ഒരു വീഡിയോ ബഹുമാനപ്പെട്ട പാസ്റ്റർ അരിൽ കൊടിത്തോട്ടത്തിൻ്റെ കണ്ടിരുന്നു. അതിനെപ്പറ്റി ചില സംശയങ്ങൾ വന്നതുകൊണ്ട് പറയുകയാണ്. കൊടിത്തോട്ടത്തിന് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമുക്കൊരു പഠന വിഷയമാക്കാം, സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അതുകൊണ്ട് ഇത് തർക്കത്തിനോ സംവാദത്തിനോ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു വിവാദ വിഷയമല്ലത്. അങ്ങനെ ഇത് കണക്കാക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം, അവനവൻ്റെ വിശ്വാസവും അഭിപ്രായങ്ങളും പറയുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ, ഒരു 2 ദിവസം മുമ്പ് കണ്ട വീഡിയോയിൽ, മറിയം ദാവീദ് വംശജ അല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറിയാമിനെ യോസേപ്പ് വിവാഹം ചെയ്തുകൊണ്ടാണ് ദാവീദ് പുത്രൻ എന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. എന്നാൽ റോമർ 1:5 എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാവുന്ന ഒരു വാചകം, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും. ആ ഒരു തിരുവാക്യം വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ, സന്തതി എന്ന് പറയുന്നത് നമുക്കറിയാം, സ്വന്തം പുത്രനല്ല, അത് വാഗ്ദത്തപ്രകാരം ജനിക്കുന്നതാണ്. സന്തതി, സന്താനം എന്നൊക്കെ പറയുന്നു. അബ്രാഹാമിൻ്റെ സന്താനം, ദാവീദിൻ്റെ സന്തതി എന്ന 2 പേരുകളും മിശിഹായുടെ വിശേഷണങ്ങളുമാണ്. ഏതൊരു എബ്രായനും മിശിഹായെപ്പറ്റി ആദ്യമായി അന്വേഷിക്കുന്നത് അദ്ദേഹം അബ്രാഹാമിൻ്റെയും ദാവീദിൻ്റെയും വംശജരാണോ എന്നായിരിക്കും. ഇവിടെ 2 വാക്യങ്ങൾ പറയാം. അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടും, ഉൽപ്പത്തി 18:18. അബ്രാഹാമിനോട് ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിന്മേൽ ഇരുത്തും, സങ്കീർത്തനങ്ങൾ 132:11 എന്ന് ദാവീദിനോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി ജനിച്ചിട്ടുള്ള ആളാണോ മിശിഹ എന്നാണ് അന്വേഷിക്കുന്നത്. കർത്താവ് അങ്ങനെയാണ് ജനിച്ചത് എന്നാണ് മത്തായി, ലൂക്കോസും പൗലോസും ഒക്കെ പറയുന്നു. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ വിശദമായിട്ട് അന്വേഷിക്കാം. അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെ അനുഗ്രഹിക്കുന്നു, അത് അബ്രാഹാമിൽ. ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിന്മേൽ ഇരുത്തും, അത് ഗബ്രിയേൽ മറിയാമിനോട് പറയുന്നുണ്ട്. അവൻ ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെ ഒക്കെയും എന്നേക്ക് രാജാവായിരിക്കുമെന്ന്. ഇവിടെ പ്രസക്തമായ മറ്റൊരു വിഷയം നമുക്ക് ചിന്തിക്കാനുള്ളത്, മറിയം ദാവീദ് വംശജയാണോ എന്നാണ്. വംശാവലി മത്തായി, ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. ആ വംശാവലി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഒരിക്കലും അത് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, ഏത് വംശാവലിയെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ, യോസേപ്പും മറിയാമും സഹോദര സന്താനങ്ങളായിരുന്നു എന്ന്. യോസേപ്പും മറിയാമും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളായിരുന്നു. അതൊന്ന് വിശദമായിട്ട് പറഞ്ഞാൽ, ഏലിയാസാർ എന്ന ആളിന്
മാസാൻ യോഥാം എന്ന 2 പുത്രന്മാരുണ്ടായി. അവരിൽ മാസാന്റെ മകനായ യാക്കോബിന്റെ പുത്രൻ യോസേപ്പ്, യോഥാമിന്റെ മകനായ സൂറൂക്കിന്റെ മകൾ മറിയാം. ഒന്നുകൂടെ പറയാം. ഏലിയാസർ എന്ന ആളിന് മാസാൻ യോഥാം എന്ന 2 പുത്രന്മാരുണ്ടായിരുന്നു. മാസാൻ യോഥാം. അവരിൽ മാസാന്റെ മകനായ യാക്കോബിന്റെ പുത്രനാണ് യോസേപ്പ്. യോഥാമിന്റെ മകനായ സോദൂക്കിന്റെ മകൾ മറിയാം. അത് മാസാനും യോഥാവും സഹോദരന്മാരായിരുന്നു. മാസാന്റെ തലമുറയിൽ വരുന്നതാണ് യോസേപ്പ്. യോഥാമിൻ്റെ മകനായ സോദൂക്കിൻ്റെ മകൾ മറിയാമാണ്. അപ്പോൾ ഏലിയാസാറിന് 2 മക്കളിൽ ഉണ്ടായവരാണ് യോസേപ്പും മറിയാം. അപ്പോൾ ആ വംശാവലിയിൽ ദാവീദിൻ്റെ വംശജയാണ് മറിയാമെന്ന് വളരെ വ്യക്തമായിട്ടാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, യോസേപ്പും മറിയാം തമ്മിൽ പറഞ്ഞൊപ്പ് കല്യാണമേ നടത്തിയിട്ടുള്ളൂ. വിവാഹ ശുശ്രൂഷ നടത്തിയിട്ടില്ല. പറഞ്ഞൊപ്പ് കല്യാണം എന്ന് പറയുമ്പോൾ കല്യാണ നിശ്ചയം നടത്തിയാണ് യോസേപ്പിൻ്റെ കൂടെ മറിയാമിനെ യെരുശലേമിലെ പുരോഹിതന്മാർ വിടുന്നത്. ഇപ്പോൾ പ്രായപൂർത്തിയായപ്പോൾ ഇനി ദേവാലയത്തിൽ നടത്താൻ പറ്റില്ല എന്നുള്ള സാഹചര്യം. ഇപ്പോൾ യോസേപ്പ് അവിടെ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ആൺമക്കളുണ്ട്. എൻ്റെ ആദ്യ ഭാര്യയിൽ പ്രായപൂർത്തി വന്നവരാണ്. അവർ വീട്ടിലുള്ളപ്പോൾ ഈ 13 വയസ്സായ ഈ കന്യകയെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയാൽ ഇവളുടെ ചാരിത്രം എപ്രകാരം സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതന്മാർ പറയുന്നത്, നീ കൊണ്ടുപോകാതെ പറ്റില്ല, ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതിനെപ്പറ്റി ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയില്ല. ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കണമെന്നില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാക്കും. എങ്ങനെയായാലും യോസേപ്പിൻ്റെ കൂടെ മറിയാൻ താമസിക്കാനിടയായി. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിലേക്ക്, ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി 2-3 കൊല്ലങ്ങൾ കഴിഞ്ഞാണ് കല്യാണം നടക്കുന്നത്, വിവാഹ ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ ആ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താം. പെണ്ണിൻ്റെ വീട്ടിൽ പോകാം, ചെറുക്കൻ്റെ വീട്ടിൽ പോകാം. പെണ്ണിന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാം, അതിനും അനുവാദമുണ്ട്. ഇവിടെ മറിയാൻ പോകാനിടയായത് അവളുടെ മാതാപിതാക്കന്മാർ നേരത്തെ മരിച്ചുപോയിരുന്നു. അവൾക്ക് പോകാൻ വീടില്ല. അതുകൊണ്ടാണ് പുരോഹിതന്മാർ മറിയാമിനെ യോസേപ്പിൻ്റെ കൂടെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ മറിയാം അവിടെ താമസിച്ചു വരികയാണ്. മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവളോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിവാഹ ശുശ്രൂഷ നടന്നിട്ടില്ല. ഒരു കാരണവശാലും യോസേപ്പ് മറിയത്തെ തൊട്ടിട്ടില്ല. അതുകൊണ്ട് മറിയാം ധൈര്യമായിട്ട് പറയണം, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല ഇതെങ്ങനെ സംഭവിക്കുന്നു. യോസേപ്പിനെ സംബന്ധിച്ച് അവൻ നീതിമാനാണ്. ന്യായപ്രമാണ കൽപ്പനകളൊക്കെ ശരിക്ക് അച്ചട്ടായി പരിപാലിക്കുന്ന മനുഷ്യനാണ് യോസേപ്പ്. നീതിമാനെന്ന് വേദപുസ്തകത്തിലുണ്ട്. യോസേപ്പ് നീതിമാനാകൊണ്ടും അവളെ പരസ്യമായി ഉപേക്ഷിക്കാൻ അവന് മനസ്സില്ലാതിരുന്നതുകൊണ്ടും മറിയാം ഗർഭവതിയാണെന്ന് യോസേപ്പ് പറഞ്ഞപ്പോൾ അവനാകെ പരിഭ്രമിച്ചു, പേടിച്ചു. ഇവളെ ഉപേക്ഷിക്കാതെ തരവില്ല. പക്ഷെ ഉപേക്ഷിച്ചാൽ യഹൂദന്മാർ ഇവളെ കല്ലെറിയും. അതിനെ യോസേപ്പ് ആഗ്രഹിക്കുന്നില്ല. നല്ലവനായൊരു ഭർത്താവിൻ്റെ ലക്ഷണമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇവളെ ഉറങ്ങി കിടക്കുമ്പോൾ ഇവളെ വിട്ടു പോകാം,
അപ്പോൾ ജനം എന്ത് വിചാരിച്ചോളും? എന്നിൽ നിന്ന് തന്നെയാണോ മറിയാം ഗർഭം ധരിച്ചിരിക്കുന്നതെന്ന് ജനം വിചാരിച്ചോളും. അവളെ രക്ഷപ്പെടുകയും ചെയ്യും, ഞാനും ഇവിടെ നിന്ന് പോവുകയും ചെയ്യാതെ. അങ്ങനെ അവൻ കിടന്നപ്പോഴാണ് ഉറക്കത്തിൽ ദൈവദൂതൻ വന്ന് എൻ്റെ ഭാര്യയായ മറിയാവിനെ ചേർക്കുവാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണെന്ന് പറയും. ഭാര്യ എന്ന് പറയും. വിവാഹനിശ്ചയം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവുമാണ്. അങ്ങനെയാണ് യഹൂദന്മാരുടെ രീതി. കാരണം പിന്നെ ആ കല്യാണം മാറാൻ പാടില്ല, ഒരിക്കലും മാറാൻ പാടില്ല. തന്നെയല്ല, മത്തായി പറയുന്നുണ്ട്, അവൻ അവളെ പരിഗ്രഹിച്ചിട്ടില്ല. ഏതുവരെ? ശിശു ജനിക്കുന്നതുവരെ അവൻ അവളെ പരിഗ്രഹിച്ചിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട, അത് പോട്ടെ. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും യോസേപ്പ് മറിയാമിനെ തൊട്ടിട്ടില്ല. ഇപ്പം വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ മാത്രം, വിവാഹ ശുശ്രൂഷ പോലും കഴിയാതിരിക്കെ യോസേപ്പ് മറിയാമിനെ ആയിട്ട് വിവാഹബന്ധം പുലർത്താതിരിക്കെ യോസേപ്പിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ യോസേപ്പിൻ്റെ ഭാര്യ മറിയാമായതുകൊണ്ട് ദാവീദ് വംശജയായി എന്ന് പറയുന്നില്ല യാതൊരു അർത്ഥമില്ല. വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം നടന്നിട്ടില്ല. അവൾ പതിവ്രതയാണെന്ന് മാലാഖയോട് അവൾ പറയുന്നു. യോസേപ്പിന് ദർശനം ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൾ യോസേപ്പുമായിട്ട് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. ജനം അങ്ങനെ വിശ്വസിച്ചിരുന്നു. അത് വചനത്തിലുണ്ട്. ജനം വിശ്വസിച്ചു ഇവൻ യോസേപ്പിൻ്റെ മകനാണ്, ഇവൻ യോസേപ്പിൻ്റെ മകനായ തച്ചനല്ലയോ, ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ യോസേപ്പിൻ്റെ വംശാവലി അല്ല, മറിയാമിൻ്റെ വംശാവലിയാണ്. അല്ലെങ്കിൽ മറിയാം ദാവീദ് വംശജ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ സഭയും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, യാക്കോബായ സഭ. ഇനി മറ്റൊരു വിഷയം അദ്ദേഹം പറഞ്ഞത്, എല്ലാത്തിൻ്റെയും ഒറിജിനൽ സ്വർഗത്തിലുണ്ട്. അത് ശരിയാണ്. അതിൻ്റെ രൂപങ്ങളും പ്രതിരൂപങ്ങളും ഒക്കെയാണ് ഭൂമിയിലുള്ളത്. സമാഗമന കൂടാരത്തിൻ്റെ ഒറിജിനൽ സ്വർഗത്തിലുണ്ട്. ദൈവം പറഞ്ഞ മാതൃക അനുസരിച്ച്, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത മാതൃക അനുസരിച്ചാണ് മോശ സമാഗമന കൂടാരം ഉണ്ടാക്കിയതൊക്കെ ശരിയാണ്. എല്ലാത്തിൻ്റെയും ഒറിജിനൽ സ്വർഗത്തിലാണ്. അതുകൊണ്ട് യേശുവിൽ അല്ലെങ്കിൽ വചനത്തിൽ, അനാദിയിൽ വചനത്തിൽ മനുഷ്യത്വം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അന്ന് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും മനുഷ്യത്വമില്ല. അങ്ങനെ ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കാണിച്ചിട്ടുണ്ടോ? കുറച്ച് ചിന്തിക്കാം. പുത്രൻ്റെ ശരീരം മാത്രമാണ് ആദമിന് കൊടുത്തത് എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും രൂപം കൊടുത്തിട്ടുണ്ട്. അത് ആത്മാവിനെ കൊടുത്ത, ശരീരത്തിലല്ല. അത് ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ട്. അനാദികാലം മുതൽ യേശുവിൽ മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യത്വമുള്ള, അല്ലെങ്കിൽ ദൈവത്വവും മനുഷ്യത്വമുള്ള ഒരു ശരീരമല്ലല്ലോ ആദാമിന് കൊടുത്തത്. രൂപം കൊടുത്തത് ആത്മാവിനാണ്. അപ്പോൾ ഒറിജിനൽ സ്വർഗത്തിലുണ്ട്, അതിൻ്റെ പ്രതിരൂപമാണ് ആദം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം സ്വർഗത്തിൽ മനുഷ്യത്വം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതില്ലായിരുന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല എന്നതിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊന്ന് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്, റോമർ 2:6 നമ്മളെപ്പോഴും വായിക്കുന്നതാണ്. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2:6 ഫിലിപ്പിയ 2:6. ഫിലിപ്പിയ 2:6 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച്
വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാം എന്ന് അതെ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ദൈവരൂപത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവരൂപത്തിലും മനുഷ്യരൂപത്തിലും അല്ല. നമുക്ക് വളരെ ക്ലിയർ അല്ലേ അത്? അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പിന്നെ ചിന്തിക്കണം എനിക്ക് തോന്നുന്നത്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്വം മുറുകെ പിടിക്കണ്ട. എന്നാ വെച്ചാൽ ദൈവത്വം മുഴുവൻ പിതാവിനെ ഏൽപ്പിച്ചു എന്ന് അതിൻ്റെ അർത്ഥമില്ല. അതിനെ മുറുകെ പിടിക്കണമല്ല. കർത്താവ് ജനിച്ചപ്പോൾ ദൈവത്വവും മനുഷ്യത്വവും അവനിലുണ്ട്. ആ ദൈവത്വം മറഞ്ഞിരിക്കുകയായിരുന്നു മാത്രം. ആ ദൈവത്വം അല്പം പ്രത്യക്ഷപ്പെട്ടത് തൻ്റെ മറുരൂപ സമയത്താണ്. മനുഷ്യത്വമല്ല, ദൈവത്വമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അവൻ്റെ മുഖം സൂര്യനെ പോലെ വിളങ്ങിയും വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി. അത് നമ്മൾ ധരിച്ചാൽ മതി. അപ്പോൾ ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപത്തിലും മനുഷ്യരൂപത്തിലും ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അനാദികാലം മുതൽ യേശുവിന് ദൈവത്വം മാത്രമേ ഉള്ളൂ. പിന്നെ മനുഷ്യത്വം വന്നത് മറിയാവിൻ്റെ ഉദരത്തിൽ വെച്ചോ. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് യോഹന്നാൻ 17:5 പറയുമ്പോൾ അവിടെ ഒരു വാചകമുണ്ടല്ലോ, 17:5. അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വത്തിലേക്ക് വീണ്ടും എന്നെ ചേർക്കണം. എന്താ അവിടുത്തെ കുഴപ്പം? ചേർക്കാതിരിക്കാനുള്ള കുഴപ്പം എന്താ? അത് നമ്മൾ ചിന്തിക്കണം. അന്ന് ദൈവത്വം മനുഷ്യ മാത്രമേ യേശുവിനുണ്ടായിരുന്നുള്ളൂ. മുൻപ് ദൈവമെന്ന നിലയിൽ മാത്രമാണ് പിതാവിനോടുകൂടി അവിടെ നിന്ന് സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മനുഷ്യൻ കൂടിയാണ്. ദൈവവുമായി അകന്നുപോയിരുന്ന മനുഷ്യരെ വീണ്ടും ദൈവവുമായി സംയോജിപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടെ നിന്ന് മനുഷ്യാവതാരം എടുത്തത്. ആകയാൽ ഈ പ്രാർത്ഥന മനുഷ്യത്വത്തിനു വേണ്ടിയുള്ളതാകുന്നു. പൂർണ്ണ മനുഷ്യൻ കൂടിയായ തന്നെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആനയിച്ച് അങ്ങനെ മനുഷ്യത്വത്തിനും മഹിമ നൽകണേ എന്നാണ് പ്രാർത്ഥന. അതാണ് അതിൻ്റെ സത്യം. പണ്ട് ദൈവത്വം മാത്രമാണ് യേശുവിനുണ്ടായിരുന്നത്, മനുഷ്യത്വം ഇല്ല. ഇവിടെ കൊടിത്തോട്ടം സാറ് പറയുന്നത് പണ്ട് എനിക്കുണ്ടായിരുന്ന മഹത്വം, എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വം, മനുഷ്യത്വത്തിലും ദൈവത്വത്തിലും ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് വീണ്ടും എന്നെ ചേർക്കണമേ. അത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ, അത് ചേർത്തോളൂല്ലേ. ഭൂമിയിൽ വന്നെന്ന് വിചാരിച്ചാൽ അത് പിതാവ് തള്ളിക്കളയുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് അവൻ ഉയരത്തിൽ നിൽക്കുന്നത്. അവന് ധൈര്യമായിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കാം. ആ ദൈവത്വം ഉണ്ട്, മനുഷ്യത്വം ഉണ്ട്. പക്ഷെ ആദ്യം അവനുണ്ടായിരുന്ന ദൈവത്വം മാത്രമാണ്. പിന്നെ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യത്വം സ്വീകരിച്ചു. ഇപ്പം തൻ്റെ ജോലി പൂർത്തീകരിച്ചു, മക്കൾക്ക് വേണ്ടി ബലിയായി തീർന്നു. തേജസ്കരിക്കപ്പെട്ട് പോകുന്നതിന് മുമ്പ് പറയാണ്, ഞാൻ അങ്ങനെ തിരിച്ചു വരുമല്ലോ. അന്ന് ദൈവത്വത്തിൽ എനിക്കുണ്ടായിരുന്ന ആ മഹത്വം ഈ മനുഷ്യത്വത്തിനും നീ നൽകണമേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. ആ മനുഷ്യത്വത്തിനും പൂർണ്ണ മനുഷ്യൻ കൂടിയായ തന്നെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആനയിച്ച് അങ്ങനെ മനുഷ്യത്വത്തിനും മഹത്വം നൽകണമേ എന്നാണ് പ്രാർത്ഥന. ആദ്യം ദൈവത്വം മഹത്വം ഉണ്ടായിരുന്നു, ഇപ്പം മനുഷ്യനും കൂടിയായി. ആ രണ്ടിനും കൂടിയുള്ള മഹത്വം, ആദ്യം ഉണ്ടായിരുന്ന മഹത്വം ഈ മനുഷ്യത്വത്തിന് നൽകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അങ്ങനെയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ്. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്,
അതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുതാകലും വലുതാകലും പറ്റി അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പം മനുഷ്യനും ദൈവവുമായി സ്വർഗത്തിൽ യേശു വചനം സ്ഥിതി ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിച്ചിരുന്നോ? കൊടുത്തോട്ടോ സാർ തന്നെ പറയുന്നു മനുഷ്യത്വത്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്. അന്ന് സ്വർഗത്തിൽ ഭക്ഷണമുണ്ടോ? ഇന്നുണ്ടോ? സ്വർഗത്തിൽ ഭക്ഷണ കാര്യങ്ങളില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. തന്നെയല്ല, ജഡരക്തങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. ജഡം തേജസ്കരിക്കപ്പെട്ടാണ് പോകുന്നത്. അതിന് ഭക്ഷണമൊന്നും വേണ്ട, അതിന് മരണമില്ല, ജനനമില്ല, ചെറുതാകലോ വലുതാകലൊന്നുമില്ല. അത് ഞാൻ ഇതിനുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വേറൊരു തെറ്റായ ഉപദേശം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വവും ദൈവത്വവും അവിടെ തിരിഞ്ഞു നിൽക്കുകയല്ല. മറിയാമിൽ ദൈവത്തിൻ്റെ വചനം പ്രവേശിച്ച് അവളുടെ ഗർഭത്തിൽ ചെന്ന് ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവളിലൊരു ഭ്രൂണമുളവായി അവളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തിൽ നിന്നും ആ സമയത്ത് തന്നെ വചനത്തിൻ്റെ ദൈവത്വം മറിയാമിൻ്റെ ഭ്രൂണത്തിൽ മനുഷ്യത്വമായി ഒരിക്കലും വേർപിരിയാത്ത വിധം സംയോജിപ്പിച്ചു എന്ന് ഞങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം വരാം, ദൈവത്വത്തിന് പ്രശ്നം വേണോ? വേണ്ട. പക്ഷെ അവൻ്റെ സ്വഭാവം എപ്പോഴും ദൈവത്വത്തിലും മനുഷ്യത്വത്തിലുമാണ്. അപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചു എന്തിനാ? ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ആവശ്യമുള്ള ഭാഗത്തേക്ക് അത് പോവും. അത് സ്വാഭാവികമാണോ? ദൈവത്വത്തിന് ഭക്ഷണം വേണ്ട, മനുഷ്യത്വത്തിന് ഭക്ഷണം വേണ്ടി ആ ഭാഗത്തേക്കാണ് അത് പോകുന്നത്. ഉദാഹരണമായി നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി, ഡോക്ടറെ കാണിച്ചപ്പോഴൊരു ടാബ്ലറ്റ് സജസ്റ്റ് ചെയ്തു. അത് കഴിക്കുമ്പോൾ അതിൻ്റെ ടാബ്ലറ്റിൻ്റെ ഫലം ആ മുറിവുണ്ടാകുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ആ മുറിവിനെ ഉണക്കാൻ വേണ്ടിയിട്ടാണ്. ശരീരം മുഴുവൻ അത് വ്യാപിക്കണമെന്നില്ല. ആ മുറിവുണക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്കാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണത് മനസ്സിലാക്കുന്നത്. അപ്പോൾ മറിയാമിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിച്ച് ദൈവം ചെറുതായി എന്ന് വിശ്വസിക്കാൻ പാടില്ലേ? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ ദൈവവും മനുഷ്യനുമായവൻ ചെറുതായി മറിയാമിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചു എന്നാണോ? ഒരിക്കലുമല്ല. വചനത്തിലെന്ന ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ദൈവവും മനുഷ്യനുമായവൻ ഒരിക്കലും ശിശുരൂപത്തിലായിരുന്നോ അനാദികാലം മുതൽ? ഒരിക്കലുമില്ല. പിന്നെ മറ്റൊരു ഉദ്ദേശം അദ്ദേഹം പറയുന്നു, മനുഷ്യത്വത്തിൽ മാത്രമാണോ പ്രാർത്ഥിച്ചത്? ഒരിക്കലല്ല. ഞങ്ങൾ പറയുന്നു ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് നിൽക്കാണ്. അത് വിട്ട് ഒരു സ്വഭാവമേ ഉള്ളൂ, രണ്ട് സ്വഭാവമില്ല യേശുവിന്. രാവിലെ പറഞ്ഞത് തന്നെ വൈകിട്ട് പറയും, അത് മാറ്റമൊന്നുമില്ല. രാവിലെ ദൈവത്വവും വൈകിട്ട് മനുഷ്യത്വവും പറയില്ല. പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് മനുഷ്യത്വമില്ല, അല്ല, ദൈവത്വം അതിനകത്തുണ്ട്. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന കർത്താവ് പറയുന്നു. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ അതുണ്ട്. അവിടെ ആളത്വത്തിൽ വലിയവനാണെന്നാണ്, ദൈവത്വത്തിൽ വലിയവനല്ല. ദൈവത്വം പിതാവിനും പുത്രനും പരിശുദ്ധ ഈക്വലാണ്. പിതാവിൻ്റെ പേര് പിതാവിന് മാത്രമേ ഉള്ളൂ, പുത്രൻ്റെ പേര് പുത്രൻ്റെ മാത്രമേ ഉള്ളൂ, പരിശുദ്ധ എന്ന പേര് പരിശുദ്ധ റൂഹായ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ആളത്വം, അല്ലെങ്കിൽ ക്നൂമ എന്ന് പറയുന്നത്. അപ്പൊ പിതാവിനോട് പുത്രന് പ്രാർത്ഥിക്കാൻ പാടില്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും പിതാവിനോട് പ്രാർത്ഥിക്കാം. ഗെത്സെമനയിലെ പ്രാർത്ഥനയിലും അങ്ങനെയല്ലേ നാം കാണുന്നത്. പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ പാനപാത്രം ഒഴിവാക്കാൻ പറ്റും. അവിടെ മനുഷ്യത്വത്തിൽ മാത്രമല്ല പ്രാർത്ഥിച്ചത്, ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും അവൻ വേദന അനുഭവിച്ചു. ദൈവത്വം എന്ന് പറഞ്ഞൊരു വിഗ്രഹമൊന്നുമല്ല, അടിച്ചാൽ വേദന എടുക്കാത്തൊരു വിഗ്രഹമല്ല. ആത്മാവാണെങ്കിൽ അവൻ സംസാരിക്കുന്നു,
പ്രവർത്തിക്കുന്നു ഇല്ലേ? അവൻ്റെ ആത്മാവ് എന്ന പാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ചില്ലേ മരിച്ചവരോട്? 1 പത്രോസ് 3:18-19 4:6 അതൊക്കെ പറയുന്നുണ്ട്. അപ്പം ആത്മാവിനും അങ്ങോട്ടും കാണാം, സംസാരിക്കാം, ഒരു തെറ്റില്ല. ആ അർത്ഥത്തിലാണ് പിതാവിനോട് സംസാരിച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാണ്, ഞങ്ങളുടെ വിശ്വാസം പറയുന്നു, ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും യേശുവിൽ നിന്ന് ഒരു കാലത്തും വേർപെട്ടിട്ടില്ല. മനുഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം, അതിനു മുമ്പത്തെ കാര്യമല്ല പറയുന്നത്. അങ്ങനെ ദൈവവും മനുഷ്യനുമായ ഒരുത്തിന് മാത്രമേ ഈ ലോകത്തിൻ്റെ രക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. സത്യം സത്യം സത്യം. മനുഷ്യത്വം മാത്രമുള്ള ഒരു മനുഷ്യൻ മരിച്ചാൽ പോരെ? ദൈവത്വം മാത്രം മതി. ദൈവം മരിച്ചാൽ പോരെ? എന്തിനാ അവൻ മനുഷ്യത്വം സ്വീകരിച്ചത്? ഇപ്പം ദൈവത്തോട് പെരുമാറാൻ ദൈവവും മനുഷ്യരോട് പെരുമാറാൻ മനുഷ്യനുമായ ദൈവ മനുഷ്യന് മാത്രമേ പിതാവുമായിട്ടുള്ള വഴക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അത് തെറ്റിദ്ധരിച്ച് പലരും പലതൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊട്ടെ അപ്പം ആ കാര്യങ്ങൾ പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവവും മനുഷ്യനുമായവനെയാണ് മറിയാം 9 മാസം വഹിച്ച് പ്രസവിച്ചത്. അതുകൊണ്ട് അവൾ ദൈവമാതാവാണ്. കണ്ടാലും സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയാം പറഞ്ഞത്. എന്നു മുതല? അവൾ ഗർഭവതിയായത് മുതൽ. ഞങ്ങളുടെ ഇതനുസരിച്ച് BC 4 യേശു ജനിക്കുന്നതെന്നാണ്. അപ്പോൾ ആ 4-ാം നൂറ്റാണ്ട് BC 4 തന്നെ, 4 തൊട്ട് മുമ്പ്, ഒരു 9 മാസം മുമ്പെന്ന് പറയാം. കാരണം BC 4 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഡേറ്റ്, കാരണം AD BC 36 മുതൽ BC 4 വരെയാണ് ഹേരോദാവിൻ്റെ ഭരണം എന്ന് പറയും. അപ്പോൾ ഹേരോദാവിൻ്റെ കാലത്താണ് യേശു ജനിക്കുന്നത്. അപ്പോൾ BC 4 തന്നെ യേശു ജനിച്ചു എന്ന് ഞങ്ങളുടെ വിശ്വാസം. AD 29 അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. അപ്പം അന്ന് മുതൽ മത്തായി സുവിശേഷം എന്നൊക്കെ പിന്നെ കുറേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സകല തലമുറകളും അന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, വലിയ പുകഴ്ത്തും എന്നൊക്കെ പറയുമ്പോൾ അവളെ ആരാധിക്കണമെന്ന് ഞങ്ങളാരും പറയുന്നത്. അവൾക്ക് വേണ്ട ബഹുമാനവും ദൈവമാതാവെന്ന നാമവും അവൾക്ക് കൊടുക്കണം. യേശുവിന് സകലത്തിലെ മേലായ നാമം കൊടുത്തു എന്ന് പറയുമ്പോൾ പിതാവിന് വലിയ നാമം കൊടുത്തോ? അങ്ങനെ ആരും പറയില്ല, അങ്ങനെ ആരും വ്യാഖ്യാനിക്കാൻ വേണ്ട. പിതാവാണ് നാമം കൊടുക്കുന്നത്. ആ പിതാവിന് വലിയ നാമം യേശുവിന് കൊടുത്തു എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം ആ കാര്യം അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. യേശുവിന് ലൈംഗിക വികാരങ്ങൾ ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ES തോമസ് സാറ് പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല. കുട്ടിത്തോട്ട സാറ് പറഞ്ഞതാണ് ശരി. അവൻ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലുമാണ് ഒരുമിച്ചിരിക്കുകയാണ്. അതൊന്ന്. അവൻ്റെ ശരീരം പാപമില്ലാത്ത ശരീരമാണ് മറിയാമിനെടുത്തത്. മറിയാമിനെ ശുദ്ധീകരിച്ചാണ്, പരിശുദ്ധാത്മാവിനെ ശുദ്ധീകരിച്ചാണ് ജന്മം എടുക്കുന്നത് യേശു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവത്തിൽ ജനിക്കുന്ന ഒരിക്കലും പാപം ചെയ്യില്ല. അത് കർത്താവിനെ പറ്റിയല്ല പറയുന്നെങ്കിലും ഞാനത് പറഞ്ഞു മാത്രം. പിന്നെ കൊടുത്തോട്ട് സാർ പറഞ്ഞു ഒരു കാര്യം ശരിയാണ്, എല്ലാവരും മക്കളാണ്, സംശയമില്ലാത്തവരില്ല. കുട്ടിയായാലും ബാല്യത്തിലായാലും യൗവനത്തിലായാലും മധ്യവയസ്കയായാലും ദൈവത്തിന് എല്ലാവരും മക്കളാണ്. വളരെ വിശദമായിട്ട് കൊടുത്തോട്ട് സാർ പറഞ്ഞാണ് ഞാൻ പറ്റി പറയുന്നത്. അതുകൊണ്ട് അവനിൽ പാപം ഉണ്ടായിരുന്നെന്നോ ലൈംഗിക വികാരം ഉണ്ടായിരുന്നെന്നൊന്നും ധരിക്കരുത്. മറ്റൊരു കാര്യം, മറിയാമിന് X ക്രോമസോമുകൾ മാത്രമേ ഉള്ളൂ, Y യില്ലല്ലോ.
ശരിയാണ്. സ്ത്രീകൾക്ക് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് വൈ പൊടിക്കൽ ആൺകുട്ടി ഉണ്ടാവുള്ളൂ. അത് ശരിയാണ്. ഇവിടെ നമ്മൾ ഇത്രയും മനസ്സിലാക്കി, ദൈവത്തിൻ്റെ വചനം മറിയാവിൻ്റെ വചനത്തിലെ ദൈവത്വം മറിയാവിൻ്റെ മനുഷ്യത്വമായി സംയോജിപ്പിച്ചപ്പോൾ അത് പരിശുദ്ധാത്മാവിലാണ്. തന്നെയല്ല വ്യക്തമായിട്ട് യൂതം പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ക്രോമസോമുകളൊക്കെ അന്വേഷിക്കണോ? അതൊക്കെ ഒരു തെറ്റായ വ്യാഖ്യാനങ്ങളല്ല, അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ അനാദികാലം മുതൽ വചനത്തിന് മനുഷ്യത്വം ഉണ്ടായിരുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം കാലത്തിനും ദേശത്തിനും അതീതനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് എന്തും ചെയ്യാം, എന്ത് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് നേരത്തെ പറഞ്ഞില്ലേ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് ചെറുതാവാനോ വലുതാവാനോ പറ്റില്ല. ദേശത്തിനും കാലത്തിനും അതീതനാണ് യേശു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന് വചനത്തിന് അനാദികാലം മുതൽ മനുഷ്യത്വം ഉണ്ടായിരുന്നു എന്ന് ഒരു സ്ഥലത്തും പറയാനില്ല. വചനത്തിൽ ഒരു സ്ഥലത്തും പറയാനില്ല. അങ്ങനെയൊന്നും ദൈവം ചെയ്യുമെന്ന് ചിന്തിക്കുന്നതൊക്കെ ബാലിശമാണ്. അവനൊന്നും അതൊന്നും ആ യുക്തിക്കൊന്നും ഒരു പ്രസക്തിയില്ല. ജഡമോഹത്താലാണ് ഹവ്വ പാപം ചെയ്തത്. ജഡമോഹത്താലല്ലാതെ മറിയം ഗർഭത്തിരിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഭൗമിക മഹാപുരോഹിതന് ഒരിക്കലും അവന് വേണ്ടി ബലിയർപ്പിക്കേണ്ടി വരും. ജനത്തിന് വേണ്ടി മാത്രമല്ല, അവന് വേണ്ടിയും കൂടി ബലിയർപ്പിക്കണം. കർത്താവ് ഭൗമിക മഹാപുരോഹിതനാണെങ്കിൽ അവന് വേണ്ടി ബലിയർപ്പിക്കേണ്ട കാര്യമുണ്ടോയെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, മോശയ്ക്കും അഹറോന്റെ സന്തതികൾക്കും ദൈവത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും ബലിയർപ്പിച്ചത്. കർത്താവിന് ദൈവത്വമുണ്ട്, അതുകൊണ്ട് കർത്താവിന് വേണ്ടി ബലിയർപ്പിക്കേണ്ട കാര്യമില്ല. അത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയൊരു വീഡിയോയിലേക്ക് പോകണം. എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴത് തെറ്റായ ധാരണകൾ ഉണ്ടാകാൻ സാധിക്കുമല്ലോ. തർക്കത്തിനല്ല, കാര്യങ്ങൾ ഇങ്ങോട്ടും മനസ്സിലാക്കാൻ അവനവൻ്റെ വിശ്വാസവും അഭിപ്രായങ്ങളും പറയുവാനുമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ആദിയിൽ വചനത്തോടുകൂടെ മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല. കാലത്തിൻ്റെ പൂർണ്ണതയിൽ വചനം ജഡമായി തീർന്നത് മറിയാവിൻ്റെ ശരീരത്തിൽ നിന്നാണ്. ആ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച് ദൈവ മനുഷ്യനെയാണ് മറിയാം ഗർഭം ധരിച്ചത്. 50 മാസം അവളുടെ ഗർഭത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം അവൾ പാലൂട്ടി വളർത്തുകയൊക്കെ ചെയ്ത് 33 കൊല്ലം അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതും ഈ മാതാവാണ്. ആ മാതാവ് സഭയുടെ മാതാവാണ്. അപ്പം മാതാവിനെ സഭയുടെ മാതാവായി അംഗീകരിക്കാത്തവന് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ യോഗ്യതയില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. നിങ്ങളത് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്കറിയാവുന്ന ഇത്രയും കാര്യങ്ങൾ പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ കൂടി ഞാൻ പറഞ്ഞു. ഇനി തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അറിയിച്ചാൽ മതി. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.